നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാലചക്രം അത് തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ചില നിമിഷങ്ങളിൽ ഭഗവാന്റെ കയ്യൊപ്പ് ചാർത്തുന്ന ചില സമയങ്ങളുണ്ടാകും. 2026 ഏപ്രിൽ മാസം 14 അതിന്റെ വിശേഷം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അന്ന് വിഷുദിനമാണ്. വിഷുദിനത്തിന്റെ പുണ്യം നുകരുന്ന ആ ഒരു സുദിനത്തിൽ നമ്മുടെ ആകാശത്ത് ഒരു അപൂർവ സംഗമം നടക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു അപൂർവ സംഗമത്തിനാണ് അന്നേ ദിവസം നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്തെന്നാൽ ആത്മവിശ്വാസത്തിന്റെ പ്രഭയാണ് സാക്ഷാൽ ഭഗവാൻ സൂര്യദേവൻ. എന്നാൽ ഐശ്വര്യത്തിന്റെ ദേവതയായ ഭഗവാൻ ശുക്രനും മേടം രാശിയിൽ കൈകോർക്കുന്ന ഒരു സംഗമം നടക്കുന്നു. ഇതിനെയാണ് ജ്യോതിഷം ശുക്രാദിത്യ രാജയോഗം എന്ന് പേരിട്ട് വിളിക്കുന്നത്. വർഷങ്ങളായി പ്രാർത്ഥനയോടുകൂടി തപം ചെയ്തുകൊണ്ട് കാത്തിരുന്നതായ പല കാര്യങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അത് സംഭവിക്കാൻ പോകുന്നു. അതായത് ഒരു പുതു പുലരിയാണ് പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ പിറക്കാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവസാനിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയായിട്ട് നിങ്ങൾ ഇതിനെ മനസ്സിലാക്കുക. ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് ഈ കഷ്ടപ്പാടുകൾ മാറി ശുക്രാദിത്യ രാജയോഗം നിമിത്തം മഹാഭാഗ്യ സുദിനം വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതിൽ ആദ്യത്തെ ഭാഗ്യരാശി എന്ന് പറയുന്നത് മേടം രാശിയാണ്. മേടം രാശിയിലെ നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രങ്ങളാണ്. ആദ്യമായി നമ്മൾ നോക്കുന്നത് രാശിചക്രത്തിലെ ഈ ആദ്യ രാശിയെ തന്നെയാണ്. അശ്വതിയുടെ വേഗത, ഭരണി നക്ഷത്രത്തിന്റെ ഉറപ്പ്, കാർത്തിക നക്ഷത്രത്തിന്റെ തേജസ്. ഈ 3 നക്ഷത്രങ്ങളും ഇങ്ങനെയാണ് നമ്മൾ വിവരിക്കുന്നത്. അശ്വ നക്ഷത്രക്കാർക്ക് വേഗതയാണ്. പ്രത്യേകിച്ച് അശ്വ നക്ഷത്രക്കാരുടെ നടത്തെ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ വേഗത്തിൽ നടക്കണമെന്ന്, ഏത് കാര്യം ചെയ്താലും വേഗത്തിൽ ചെയ്തു തീർക്കണമെന്ന ഒരു വാശിയും ദൃഢ നിശ്ചയവും ഉള്ളവരായിരിക്കും. ഭരണി നക്ഷത്രക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഉറപ്പ് കൂടുതലാണ്. അതേപോലെ കാർത്തിക കീർത്തിയേറും തേജസ് കൂടിയവരാണ്. വളരെ ശീഘ്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന, ആരെയും ഭയമില്ലാത്ത കൂട്ടരാണ്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കൂടി ചേരുന്ന മേടം രാശിക്കാര് കഴിഞ്ഞ കുറെ നാളുകളായി നിങ്ങളുടെ കർമ്മ മേഖലയിൽ അല്പം പ്രതിസന്ധികളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുറത്തു പറയാൻ പറ്റുന്നതും പറ്റാത്തതുമായ പല വിധത്തിലുള്ള ദുഃഖങ്ങൾ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടായാലും കുടുംബവുമായി ബന്ധപ്പെട്ടായാലും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിയാണോ? ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 8 വർഷമായി ഒരേ ജോലിയിൽ സ്ഥാനക്കയറ്റം പോലും ലഭിക്കാതെ മനം മടുത്തിരിക്കുന്നതായ മേടം രാശിക്കാരായ യുവാക്കളുണ്ട്. അതായത് പ്രൊമോഷൻ കിട്ടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. 8 വർഷത്തോളമായി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. എല്ലാ കാര്യങ്ങളും ശുഭമായി ചെയ്തിട്ട് പോലും അങ്ങോട്ടൊരു മെച്ചം കിട്ടാത്ത അവസ്ഥ. അതേപോലെ വീട് പണി പാതി വഴിയിൽ നിലച്ചുപോയി. വർഷങ്ങൾ ഒരുപാടായി, അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത അവസ്ഥ. കടബാധ്യതകൾ കാരണം ഉറക്കം വരെ നഷ്ടപ്പെട്ട ആളുകൾ. ഇവർക്കെല്ലാം ഈ രാജയോഗം ഒരു മൃതസഞ്ജീവനിയായിട്ട് മാറാൻ പോവുകയാണ്. സൂര്യൻ നിങ്ങളുടെ രാശിയിൽ ഉച്ചസ്ഥനായി നിൽക്കുമ്പോൾ ശുക്രൻ അതിനൊരു രാജകീയ തിളക്കമാണ് പ്രദാനം ചെയ്തത്. പുതിയ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്കായി തുറക്കപ്പെടും. ഇനി രാഷ്ട്രീയം, അതായത് പൊളിറ്റിക്കൽ മേഖലയിൽ ഉള്ളവർക്കാണെങ്കിലും ജനസമ്മതിയാണ് അവർക്ക് ഏറ്റവും അധികം വേണ്ടുന്നത്. ഉന്നതമായ കാര്യങ്ങൾ ചെയ്താലും ജനസമ്മതി കിട്ടാതെ പോയി കഴിഞ്ഞാൽ എല്ലാം തീർന്നില്ലേ. എന്നാൽ ഇവിടെ ഉന്നത കാര്യങ്ങൾ ചെയ്യാനും ഉന്നത പദവികൾ വഹിക്കാനും അതിലുപരി ജനങ്ങളുടെ കണ്ണിലുണ്ണിയായി മാറാനുമുള്ള ഭാഗ്യം ഉണ്ടാകും. നിക്ഷേപങ്ങളിൽ നിന്നുള്ള ലാഭം നിങ്ങൾക്കൊരു വലിയ സാമ്പത്തിക ഭദ്രത, ഒരു കെട്ടുറപ്പ് പ്രദാനം ചെയ്യും. നിങ്ങളുടെ ആത്മവിശ്വാസം അഗ്നി പോലെ ജ്വലിക്കുന്ന സമയം കൂടിയാണ് വരാൻ പോകുന്നത്. ഇനി രണ്ടാമത്തെ രാശി, അതായത് ഭാഗ്യത്തിന്റെ കയ്യൊപ്പ് പതിയുന്ന ഏപ്രിൽ 14 മുതൽ മാറ്റം തുടങ്ങുന്ന രണ്ടാമത്തെ രാശി ചിങ്ങമാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. മകം നക്ഷത്രം എന്ന് പറഞ്ഞാൽ പ്രതാപമുള്ളവരാണ്. അതേപോലെ പൂരം എന്ന് പറഞ്ഞാൽ കലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ കലാകാരന്മാരാണ് പൂരം നക്ഷത്രം. ഇനി ഉത്രം നക്ഷത്രത്തിന്റെ കാര്യം പറഞ്ഞാൽ ദയയും പെട്ടെന്ന് കോപവും രണ്ടും തുല്യ അളവിലുള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ രാജയോഗവും ഭാഗ്യത്തിന്റെ വാതിലുകളാണ് ഇനി തുറക്കപ്പെടാൻ പോകുന്നത്. വിദേശത്ത് ജോലി സ്വപ്നം കണ്ട് വർഷങ്ങളായി വിസയ്ക്ക് കാത്തിരിക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ
അതായത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഇതൊരു വലിയ മാറ്റം കൊണ്ടുവരാനായി പോകുന്നത് ഏപ്രിൽ 14 ശേഷം. അതല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്തിട്ട് തകർന്ന് പൊട്ടി പാളീസായി നിരാശയിലിരിക്കുന്ന ഒരു സംരംഭകനാണ് ഇവിടെ നിങ്ങൾ ചിങ്ങം രാശിക്കാരനാണെങ്കിൽ ഈ ഏപ്രിൽ 14 മുതൽ നിങ്ങൾ കുറിച്ചു വെച്ചുകൊള്ളൂ, നിങ്ങളുടെ ഭാഗ്യം തെളിയാൻ പോവുകയാണ്. ഇനി വിദേശ യാത്രയ്ക്ക് തടസ്സമായി നിന്നിരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും ഭഗവാൻ ഗണപതി നിങ്ങളുടെ കാര്യത്തിലേക്ക് നേതൃത്വം വഹിച്ച് കണ്ണു തുറന്ന് നിങ്ങളെ നോക്കാൻ പോവുകയാണ്. വിദ്യാർത്ഥികൾക്ക് കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കുന്നത് എപ്പോഴാണ്? പരീക്ഷാ ഫലം കാണുമ്പോഴാണ്. അതായത് പരീക്ഷ കൃത്യമായി എഴുതി അതിന്റെ റിസൾട്ട് വരുമ്പോഴാണ് ഞാൻ കഠിനമായി അധ്വാനിച്ചതിന് ഫലം കണ്ടു എന്നൊരു വിദ്യാർത്ഥി, ഒരു കുഞ്ഞ് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഭാഗ്യമുണ്ടാകും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളുടെ കുറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു പുണ്യ തീർത്ഥാടന യാത്രയ്ക്കുള്ള സമയം കൂടി ഏപ്രിൽ 14 മുതൽ തുടങ്ങുന്നതാണ്. സൂര്യനെ പോലെ പ്രകാശിക്കാൻ സാധിക്കും. ശുക്രനെ പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്നതാണ്. ഇനി അടുത്തത് കർക്കിടകം രാശിയാണ്. കർക്കിടകം രാശിയിലെ നക്ഷത്രങ്ങൾ പുണർദം, പൂയം, ആയില്യം എന്നിവയാണ്. അവസാന രാശി കൂടിയാണ്. അതായത് 3 രാശിക്കാർക്കാണല്ലോ ഈ ഭാഗ്യം വരുന്നത്. ചന്ദ്രന്റെ മക്കളാണ് നിങ്ങൾ. അല്പം വൈകാരികമായി ചിന്തിക്കുന്ന കൂട്ടര് കൂടിയാണ്. പൂയത്തിന്റെ കാര്യം പറഞ്ഞാൽ കരുണയൊക്കെ ഉള്ള കൂട്ടരാണ്. എങ്കിലും പെട്ടെന്നായിരിക്കും കരുണയിലൊക്കെ വ്യത്യാസം വരുന്നത്. പിന്നെ വേറെ പിടിച്ചാൽ പിടികിട്ടാത്തൊരു സ്വഭാവവും ഉണ്ട്. ആയില്യത്തിന്റെ കാര്യം പറഞ്ഞാൽ ബുദ്ധി കൊണ്ടുള്ള കളി കളിക്കുന്നവരാണ് ആയില്യ നക്ഷത്രക്കാര്. പുണർദത്തിന്റെ കാര്യം പറഞ്ഞാലോ തണലാണ്. അതായത് എപ്പോഴും ഒരു പയ്യെ പതുങ്ങിയോ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാം എന്ന് ചിന്തിക്കുന്നവരുമാണ്. അതായത് അച്ഛന്റെ അമ്മയുടെ തണലിലോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ തണലിലോ അല്ലെങ്കിൽ ഒരു തണലിനെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആളുകൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്ന ഈ കർക്കിടകം രാശിക്കാർക്ക് രാജയോഗ സമാനമായ വലിയൊരു സമാധാന സമയം, അതായത് സമാധാനമാണ് നിങ്ങൾക്ക് ഇല്ലാത്തത്, അത് നിങ്ങൾക്ക് വന്നു ചേരും. ഉദാഹരണം പറഞ്ഞാൽ ജോലിയില്ലാതെ അലഞ്ഞിരുന്ന ആളുകൾക്കും ബിസിനസ്സിൽ പങ്കാളികൾ നിമിത്തം പാർട്ട്ണർഷിപ്പിൽ ഒരാളുമായി പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്തു, ആ പാർട്ട്ണർഷിപ്പിലെ പങ്കാളി നല്ല രീതിയിൽ ഒരു ചതി അങ്ങ് തന്നിട്ടുണ്ട്. അങ്ങനെ വഞ്ചിക്കപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ആളുകൾക്കും ഇനി നല്ല നാളുകളാണ് തുടങ്ങാൻ പോകുന്നത്. സിനിമാ മേഖല, ഫാഷൻ, കല തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഒരു ലോട്ടറി അടിച്ച പ്രതീതിയായിരിക്കും ഏപ്രിൽ 14 മുതൽ. അങ്ങനെ ഒരു സമയമാണ് തുടങ്ങാൻ പോകുന്നത്. പഴയ കാലത്തെ പിണക്കങ്ങളൊക്കെ മാറി പുതിയ നല്ല ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കപ്പെടാനും മുടങ്ങിക്കിടന്നതായ വലിയ പ്രോജക്റ്റുകൾ, ബിസിനസ് പ്രോജക്റ്റുകളാകട്ടെ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട കരാറുകളാകട്ടെ, അതൊക്കെയും പുനരാരംഭിക്കുവാൻ, ഒരു റീസ്റ്റാർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഭരണരംഗത്തുള്ളവർക്കും വലിയ അംഗീകാരങ്ങളൊക്കെ വന്നു ചേരുന്ന ഒരു സമയം. അപ്പൊ നിങ്ങളുടെ വീടിനുള്ളിൽ സന്തോഷത്തിന്റെ ഒരു കൈത്തിരി അല്ലെങ്കിൽ ഒരു ഐശ്വര്യ വിളക്ക് തെളിയാൻ പോകുകയാണ് ഏപ്രിൽ 14 മുതൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ജ്യോതിഷം എന്നത് ഇതിനെ വെറും ഒരു പ്രവചനമായിട്ടല്ല കാണേണ്ടത്. വെറുതെ എന്തെങ്കിലുമൊക്കെ വന്നു പറയുന്നു എന്ന് പറഞ്ഞല്ല, അതിനെ അങ്ങനെ താറ്റിക്കളയുകയല്ല വേണ്ടത്. ഇത് മനസ്സിലാക്കി ഇതിൽ എത്രത്തോളം ഏത് കാര്യമായാലും ചില കാര്യങ്ങൾ സംഭവിക്കും, ചിലതിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരാം. എങ്കിലും നമുക്ക് കിട്ടേണ്ടത് കിട്ടേണ്ട സമയത്ത് കിട്ടും. അതങ്ങനെ തന്നെയാണ്. അത് ഒരു പ്രപഞ്ചം നൽകുന്ന ചില സൂചനകൾ, ഇതൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരും എന്നത് സൂചനയായി നിങ്ങളിലേക്ക് പറയുകയാണ്. കർമ്മം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആ സൂചനകളെ ഫലവത്താക്കി മാറ്റുക എന്നത് നിങ്ങളുടെ കടമയാണ്. അതായത് ഞങ്ങൾക്ക് വന്ന് ചെയ്താൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് ഞങ്ങൾക്ക് പോയി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങളിലേക്ക് പറയുകയാണ് ഏപ്രിൽ 14 മുതൽ ഈ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ പ്രാർത്ഥിക്കുക, ധൈര്യമായി മുന്നോട്ട് പോവുക. നിങ്ങളുടെ മുന്നിലൊരു ആശാദീപം ഞങ്ങൾ തെളിയിച്ചു തരികയാണ്. ആ പാതയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു പാതയിലൂടെ നിങ്ങൾ പോയാൽ നിങ്ങൾക്കും, പറയാറുണ്ടല്ലോ, നിങ്ങൾക്കും ആകാം കോടീശ്വരൻ എന്ന് പറയുന്ന പോലെ, നിങ്ങൾക്കും കോടീശ്വര പദവിയിലേക്ക് എത്താൻ സാധിക്കുന്ന സമയം തുടങ്ങുകയാണ് എന്നതാണ് ഞങ്ങളുടെ പ്രവചനങ്ങളിലൂടെ ഞങ്ങൾ ഓരോ ജ്യോതിഷികളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളാണ് ആ മാർഗത്തിലൂടെ നടന്നു പോകേണ്ടത്. അല്ലാതെ ഞങ്ങളെ നോക്കിയിട്ട് വഴക്ക് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഓർക്കേണ്ട കാര്യം, കർമ്മം തന്നെയാണ് ഫലം നൽകുന്നത്. കർമ്മം ചെയ്യാതെ ഇരുന്നിട്ട് ജ്യോതിഷി പറഞ്ഞു ഏപ്രിൽ 14 മുതൽ വലിയൊരു മാറ്റം വരും, എങ്കിൽ അതൊന്നും കണ്ടിട്ടേ മതിയാകൂ എന്ന് പറഞ്ഞ് മാറിയിരുന്നാൽ ആർക്കും ഫലം കാണുകയില്ല. അപ്പോൾ ശുക്രാദിത്യ രാജയോഗമാണ് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്നത്. അനുകൂല ഊർജം വന്നു ചേരാൻ പോകുന്ന സമയമാണ്. ആ ഊർജത്തെ കഠിനാധ്വാനം എന്ന ഒരു കഴിവുകൊണ്ട് നേടിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുടെയും കടമയാണ്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതിന്റെ ഓരോ സൂചനകളായിട്ട് തന്നെ നിങ്ങൾക്ക് കണക്കാക്കാം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒരു സൂചന എന്നോണം നിങ്ങളിലേക്ക് ഭഗവാൻ കൊണ്ടുതന്ന് തരുകയാണ്. അപ്പോൾ
ഇതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഭക്തിയോടുകൂടി മുന്നോട്ട് പോവുക. കലികാലമാണ്. നമ്മൾ എന്ത് നന്മ ചെയ്താലും അത് നമുക്ക് തന്നെ തിരിച്ചടിയായി മാറുന്ന ഒരു ലോകത്തിലൂടെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചിന്ത തോന്നിയേക്കാം, ദൈവത്തെ വിളിക്കേണ്ട, എന്ത് പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലല്ലോ എന്ന്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് കലിക്ക് വീണ്ടും നമ്മളിൽ വാസം ഉറപ്പിക്കാനുള്ള ഒരു സ്പേസ് നമ്മളായിട്ട് ഇട്ടുകൊടുക്കുന്നത്. അങ്ങനെ ചിന്തിക്കരുത്. പലവിധ പ്രയാസങ്ങളിലൂടെ നമ്മൾ മനുഷ്യർ ഓരോരുത്തരും കടന്നു പോകുമ്പോഴും ചിന്തിക്കുന്ന ചിന്തനമാണ് ഇനി ദൈവത്തെ വിളിക്കില്ല എന്ന ആ ഒരു ചിന്ത മതി അവിടേക്ക് കലിക്ക് വന്ന് കയറിയിരുന്ന് ചെറിയ 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 ഊട്ടകൾ ഉണ്ടാക്കി ഒരു വലിയ ഗർത്തമാക്കി മാറ്റാൻ. അതിന് അവസരം നമ്മൾ കൊടുക്കാതിരിക്കുക. അങ്ങനെ അവസരം കൊടുക്കാതെ കഠിനമായി അധ്വാനിക്കുകയും അതിലുപരി കഠിനമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ, നിങ്ങൾ ഈ 3 രാശിപ്പറ നക്ഷത്രക്കാരാണോ, നിങ്ങൾ ഉറപ്പിച്ചോളൂ. ഞാൻ ഉറപ്പായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഏപ്രിൽ 14 മുതൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വിസ, അതേപോലെ വിദേശ യാത്ര, വിവാഹ യോഗം, അതേപോലെ സന്താന ഭാഗ്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും വന്നു ചേരും. കഠിനമായി അധ്വാനിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. നമ്മുടെ മനസ്സിലോ ശരീരത്തിലോ കലിക്ക് കയറിയിരുന്ന് പ്രവർത്തിക്കാനുള്ള ഇടം നമ്മളായി ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ മാത്രം മതി. നല്ല കാര്യങ്ങൾ ചെയ്യുക, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുക. വലിച്ചു നീട്ടി എന്നൊക്കെ പറഞ്ഞ ആളുകൾ പറയും വീഡിയോ വലിച്ചു നീട്ടുന്നുണ്ട്. കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അതിനിടയ്ക്ക് ചിലപ്പോൾ ദൈർഘ്യം കൂടിപ്പോകുന്നതാണ്. ഇത് നിങ്ങൾക്ക് ഗുണകരമായി തോന്നിയിട്ടുള്ളവർ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരും, ഉറപ്പാണ്. അതല്ല ഈ പറയുന്നതെല്ലാം തെറ്റായിട്ട് തോന്നുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം. ഈ പറയുന്ന കാര്യങ്ങൾ ഏത് രീതിയിൽ സ്വീകരിക്കണം എന്നത് നിങ്ങൾക്കുള്ള ചോയ്സാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി.